നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസം 27-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 14-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് ഉദയനക്ഷത്രം, ഇന്നത്തെ നക്ഷത്രം നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ ഇന്ന് ഉദയനക്ഷത്രം മൂലനക്ഷത്രമാണ്. മൂലനക്ഷത്രം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8:45 മണിയൊക്കെ കഴിയുമ്പം തന്നെ മൂലനക്ഷത്രം തീരെയാണ് രാവിലെ. അത് കഴിഞ്ഞ് പൂരാട നക്ഷത്രത്തിലേക്കാണ് വരുന്നത്. പൂരാട നക്ഷത്രം വളരെ ദോഷപ്രദമായ നക്ഷത്രമല്ല. മൂലനക്ഷത്രവും പൂരാട നക്ഷത്രവും ദോഷപ്രദമായ നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. അതുകൊണ്ട് നക്ഷത്ര പ്രകാരം നല്ല നക്ഷത്രത്തിലേക്കാണ് വന്നിരിക്കുന്ന നക്ഷത്രം അനുകൂലപ്രദമാണ്. അതൊന്നും നമുക്ക് ദോഷം ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്കിന്ന് എന്ത് കാര്യത്തിനും ഇറങ്ങാവുന്ന ഒരു ദിവസം തന്നെയാണ്. ഇപ്പോൾ ദോഷപ്രദമായ ദിവസമല്ല, നല്ല ദിവസമാണ്. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ബർത്ത്ഡേ നോക്കുമ്പോൾ മൂലമല്ല, ശരിക്കും ബർത്ത്ഡേ എടുക്കേണ്ടത് 6 നാഴികയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ആ നാളെടുക്കാവൂ. അപ്പോൾ ശരിക്കും വരികയാണെങ്കിൽ അന്ന് മൂലമല്ല, പൂരാട നക്ഷത്രമാണ് നമുക്ക് എടുക്കേണ്ടത്. എന്തായാലും ബർത്ത്ഡേ എടുക്കുന്നവർക്കും വന്നവർക്കും ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. പ്രത്യേകിച്ച് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ സാധിക്കും. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ സാധിക്കും. അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടാവും. മറ്റൊന്ന്, വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. അതുപോലെ ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, നല്ല ദിവസമാണ്, ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം പോകാൻ. ഇന്നും രാവുകാല സമയം വരുന്നത് 8:17 തൊട്ട് 9:44 വരെയാണ്. 8:17 തൊട്ട് 9:44 വരെയാണ് രാവുകാലം. 9:10 എന്ന് ശരിക്കും 7:09 എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ട്. 8:17 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. അപ്പോൾ രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ ഓരോ ശുഭകാര്യത്തിന് വേണ്ടി പൊയ്ക്കൊള്ളുക. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 2 മണി 4 മിനിറ്റ് തൊട്ട് 3 മണി 31 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 11:11 തൊട്ട് 12:37 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും വരുന്നത് 12:13 തൊട്ട് 1 മണി 1 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമാണ്. അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം പ്രപഞ്ചത്തിൽ നിന്ന് ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. വെളുത്ത വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ളതോ മറ്റ് വെളുപ്പുമായി മിക്സായിട്ടുള്ള കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അത് നമ്മളിലേക്ക് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി കൂട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.